ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റാപ്പ് എന്ന് പറയുന്ന ടൂളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഒരു പ്രാക്ടീസാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് SolidWorks ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ ഒരു പേജ് തുറക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പെപ്സിയുടെ ഒരു ബോട്ടിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഡയമെൻഷൻ എനിക്കറിയത്തില്ല, എനിക്കാകെ ഉള്ളത് ഞാനൊരു പെപ്സിയുടെ ഒരു ബോട്ടിലിൻ്റെ ഫിഗർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വരയ്ക്കേണ്ടത്. എനിക്ക് പെപ്സിയുടെ ബോട്ടിൽ എനിക്കിതുപോലെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയിൻ ചൂസ് ചെയ്യുക. അതിനുശേഷം സ്കെച്ച് കൊടുക്കുക. സ്കെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ടൂൾസിൽ സ്കെച്ച് ടൂൾ പോവുക. സ്കെച്ച് ടൂളിൽ സ്കെച്ച് പിക്ചേഴ്സ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്, സ്കെച്ച് പിക്ചേഴ്സ്. ഓക്കെ, അതിൽ പോയിട്ട് നമ്മൾ എവിടെയാണോ ആ പെപ്സിയുടെ ബോട്ടിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലൊരു ഫിഗർ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പ്ലെയിൻ ആ ഒരു ഫിഗർ വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററാക്കി കൊണ്ടുവയ്ക്കാം. ഓക്കെ, അതൊക്കെ നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം, അല്ല നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇത്രയും ചെയ്ത ശേഷം ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ലൈൻ എടുക്കുന്നു. ലൈൻ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതും ഓക്കെ ഇവിടെ ആയിട്ട് ഇതിനകത്ത് വരച്ചു. അതിനുശേഷം ഞാനിപ്പോൾ ഇങ്ങനെ വരച്ച്, ഓക്കെ, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, അതൊക്കെ നമ്മൾ ലൈൻ ടൂൾ വെച്ച് ജസ്റ്റ് നമ്മുടെ യുക്തിക്കനുസരിച്ച് വരയ്ക്കാം. ഇനി എനിക്ക് ഈ കർവ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ വരയ്ക്കണം. അപ്പോൾ ഞാൻ ആർക്ക് സെലക്ട് ചെയ്തു. ഓക്കെ, ആർക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ പോയിന്റും സെലക്ട് ചെയ്തിട്ട് കണ്ടോ, അടുത്ത എനിക്ക് ലൈനാണ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ ലൈൻ വീണ്ടും ചൂസ് ചെയ്തു. കണ്ടോ, ഇത് ഞാൻ വീണ്ടും അതേ ആർക്ക് ടൂൾ എടുത്തിട്ട് ഇവിടെയും ഇങ്ങനെ ചൂസ് ചെയ്തു. കണ്ടോ, ഇനി ഇവിടെയും ഓക്കെ. അതിനുശേഷം ഇതും ചെയ്ത് ഓക്കെ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫില്ലറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇത്രയും ഡയമീറ്റർ വേണ്ട, നോട്ട് കൊടുത്തോളാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു പ്ലെയിനിൽ നമ്മളതിൻ്റെ ഷേപ്പ് പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി എടുത്തൊരു മെത്തേഡ്. ഓക്കെ, ടിക്ക് കൊടുത്ത ശേഷം നമുക്ക് റിവോൾവ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നു. ഇപ്പോൾ നമ്മളൊരു ബോട്ടിൽ നിർമ്മിച്ചു. ഓക്കെ, നമ്മൾ ഒരു പെപ്സിയുടെ ബോട്ടിൽ അതിൻ്റെ അതേ ഒരു ഷേപ്പിൽ നമ്മൾ നിർമ്മിച്ചു. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ലോഗോ വരണം. ലോഗോ കയറ്റാൻ വേണ്ടി ഒന്നുമില്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്ലെയിൻ ചൂസ് ചെയ്യാം. ഓക്കെ, പ്ലെയിൻ ചൂസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പോയിന്റ് വരയ്ക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരച്ച് അത് വെട്ടിച്ചെടുത്തു. അതിനുശേഷം എക്സിറ്റ് കൊടുത്ത ശേഷം നമ്മൾ പ്ലെയിൻ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ എനിക്ക് അവിടെയാണ് ഒരു പ്ലെയിൻ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ പ്ലെയിനും ഈ പോയിന്റ് ഇവിടെ ചൂസ് ചെയ്തു. അപ്പോൾ എനിക്കവിടെ ഒരു ടാൻജൻഷ്യലായിട്ടുള്ള ഒരു പ്ലെയിൻ കിട്ടി.
ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു ലോഗോ കയറ്റണം. അപ്പോൾ ലോഗോ കയറ്റാൻ വേണ്ടി നമുക്ക് അറിയത്തില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ആ ഒരു സ്കെച്ച് വെച്ച് നമുക്ക് പറ്റുമോ നോക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ഇങ്ങനെ എടുത്തു, ടൂളിൽ പോയി സ്കെച്ച് ടൂൾ എടുത്തു. ഇവിടെ നമ്മൾ സ്കെച്ച് കൊടുത്തതിന് ശേഷം എടുക്കേണ്ട കേട്ടോ. അതിനുശേഷം ടൂളിൽ പോയി ദെൻ സ്കെച്ച് ടൂൾ എടുത്തു, ദെൻ സ്കെച്ച് പിക്ചേഴ്സ് എടുത്തു. വരാൻ നോക്കാം. ഓക്കെ, എടുത്തു, വീണ്ടും എത്തിച്ചു. ഓക്കെ, ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാം ഈയൊരു നോക്കാം, ഇവിടെയാണെന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ ടിക്ക് കൊടുത്തു. ഇനി എനിക്ക് ആ ലോഗോ ഇതിലോട്ട് വരുത്തണം. അപ്പോൾ ലോഗോ വരുത്താൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു സർക്കിൾ, ഓക്കെ, ഞാനൊരു സർക്കിൾ വരച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, സെൻറ്റർ അതെല്ലാം നോക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഓഫ്സെറ്റ് എടുത്തു. അത് നമ്മുടെ ആ ഒരു റാപ്പ് ചെയ്തുകൊണ്ടാണ് ആ ഡയമീറ്റർ നമുക്ക് കറക്റ്റ് ഇല്ലാത്തത്. ഓക്കെ, 0 എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ചെറുതായി പോകും. ഓക്കെ, 0.5 എടുത്ത് നോക്കാം. ഓക്കെ, 0.5 ഓക്കെ ആണെന്ന്. അതിനുശേഷം ഞാനിപ്പോൾ സ്പ്ലൈൻ എടുത്തിട്ട് ഓക്കെ, വീണ്ടും സ്പ്ലൈൻ എടുത്തു. ഓക്കെ, ഓക്കെ, എക്സിറ്റ് എടുത്തു. അതിനുശേഷം നമുക്കിപ്പോൾ വേണമെങ്കിൽ ട്രിം എടുത്തിട്ട് ഈ ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്താൽ. ഓക്കെ, അടുത്തായിട്ട് പെപ്സി എന്ന് പറയുന്ന ആ ഒരു പേര് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒന്ന് നോക്കാം, വർക്കാവുന്ന നോക്കാം. സ്കെച്ച് എടുത്തു, എക്സിറ്റ് അടിച്ചു, ക്ലാപ്പ് എടുത്തു. ഓക്കെ, ക്ലാപ്പ് എടുത്തിട്ട് നമ്മൾ എന്നിട്ട് ചേർത്തു. എന്തായാലും മാറ്റമുണ്ട് നോക്കാം. കണ്ടോ, നമുക്ക് ആ ലോഗോ ഇവിടെ നമുക്ക് ആ ഷേപ്പ് എങ്ങനെ കിട്ടി, അല്ല നമുക്ക് നമ്മളെങ്ങനെ റാപ്പ് കിട്ടുമെന്ന് നമ്മൾ ഇതിലോട്ട് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.